രാഷ്ട്രീയത്തിലും ദേശീയ തലത്തിലും ഏറെ നാളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശശി തരൂർ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളും നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളും പുറത്തുവരികയാണ്. കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നടന്ന അനുനയ നീക്കങ്ങളിൽ താൻ പങ്കാളിയായി എന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ തള്ളി ഷാഫി പറമ്പിൽ എം പി രംഗത്തെത്തിയത് പാർട്ടി വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ശശി തരൂരിനെ പോലെ അതിനായകനായ ഒരു നേതാവിനെ അനുനയിപ്പിക്കാൻ തനിക്ക് വലിപ്പമില്ലെന്നും പാർട്ടിയുടെ ഉന്നത നേതൃത്വം നേരിട്ടാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്നുമാണ് ഷാഫി വ്യക്തമാക്കിയത്. തരൂർ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്നും അദ്ദേഹം ഒരു സീനിയർ നേതാവുമാണെന്നുമുള്ള വസ്തുത നിലനിൽക്കെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ഷാഫി പറയുന്നു. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തന്നെ സംസാരിച്ച് തീർത്തതാണെന്നും ഇതിൽ തനിക്ക് പ്രത്യേകമായ റോൾ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ നടത്തിയ വിനയപൂർവമായ പിൻവാങ്ങലിനേക്കാൾ ഉപരിയായി ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ശശി തരൂരുമായി നടത്തിയ കൂടിക്കാഴ്ച കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവാണ് അടയാളപ്പെടുത്തിയത്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായും കേന്ദ്രത്തിലെ ചില നേതാക്കളുമായും തരൂർ അകൽച്ചയിലായിരുന്നു. തന്നെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ലെന്നുമുള്ള പരാതികൾ തരൂരിനുണ്ടായിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയോടെ അത്തരം പരാതികൾക്ക് വിരാമമായെന്നാണ് സൂചനകൾ. താനൊരു അധികാരമോഹിയല്ലെന്നും കോൺഗ്രസിനുള്ളിൽ ഒരിക്കലും ഒരു വിമതനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തരൂർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചിത്രീകരിച്ച് പലരും വേട്ടയാടിയിട്ടുണ്ടെന്നും അത്തരമൊരു മോഹം താൻ എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ തുറന്നടിച്ചു. കേരളത്തെയും കേന്ദ്രത്തെയും ചില പ്രത്യേക നേതാക്കൾ തന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നതെന്നും ഖാർഗെയോടും രാഹുലിനോടും അദ്ദേഹം പരിഭവം പങ്കുവച്ചു. ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തുറന്നു പറച്ചിലുകളെ വളരെ ഗൗരവത്തോടെയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സ്വീകരിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണെന്നും പ്രത്യേകിച്ച് കേരളത്തിൽ അധികാരം തിരിച്ചു പിടിക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും രാഹുൽ ഗാന്ധി തരൂരിനെ ഓർമ്മിപ്പിച്ചു. ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കരുത്. ശശി തരൂരിനെ പോലെയുള്ള ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവിന്റെ സേവനം പാർട്ടിയുടെ വിജയത്തിനായി പൂർണ്ണതോതിൽ വിനിയോഗിക്കണമെന്ന താല്പര്യമാണ് ഹൈക്കമാൻഡ് പങ്കുവച്ചത്. നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ കേരളത്തിലെ ഭരണ തുടർച്ചയ്ക്ക് അറുതി വരുത്താൻ സാധിക്കൂ എന്ന രാഹുലിന്റെ വാക്കുകൾ തരൂർ അംഗീകരിച്ചതായാണ് വിവരം. അതൃപ്തികൾ പരിഹരിച്ച് പാർട്ടിയുടെ മുഖ്യധാരയിൽ സജീവമാകാൻ നേതൃത്വം നൽകിയ ഉറപ്പ് തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഈ അനുനയ നീക്കങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങിയല്ല എന്നതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകളിൽ ശശി തരൂർ പങ്കെടുത്തത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയത് പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. സംസ്ഥാനത്തെ ഉന്നത നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട തരൂർ താൻ പാർട്ടിയുമായി പൂർണ്ണമായും സഹകരിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന സന്ദേശമാണ് നൽകിയത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തരൂരിന് ലഭിക്കുന്ന വലിയ ജനപിന്തുണയും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും അവഗണിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം തരൂരിനെ ഒരു ജനകീയ മുഖമായി ഉയർത്തിക്കാട്ടുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ കേരളത്തിലുണ്ട്. അതേസമയം ഷാഫി പറമ്പിലെ പോലെയുള്ള യുവ നേതാക്കൾ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന പക്വമായ നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ പുതിയ തലമുറയുടെ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശശി തരൂർ വിഷയത്തിലുണ്ടായ ഈ മഞ്ഞുരുക്കം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഒരേ മനസ്സോടെ നീങ്ങിയാൽ മാത്രമേ വിജയം സുനിശ്ചയമാക്കാൻ കഴിയൂ. തരൂരിനെ പോലുള്ള ഒരാളെ മാറ്റി നിർത്തുന്നത് പാർട്ടിക്ക് ദോഷകരമാകുമെന്ന് കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെട്ട് സംസ്ഥാന നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് മുഖ്യമന്ത്രി പദവിയിൽ കണ്ണിലെന്ന് തരൂർ വ്യക്തമാക്കിയത് മറ്റ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ള ആശങ്കകൾ കുറയ്ക്കാനും സഹായിക്കും. എങ്കിലും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണ പരിപാടികളിലും തരൂരിന് എത്രത്തോളം പ്രാധാന്യം നൽകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഐക്യത്തിന്റെ ഭാവി. കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് മധ്യവർഗങ്ങൾക്കിടയിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും തരൂരിനുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റുക എന്നതാണ് കോൺഗ്രസിന് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഇത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് പാർട്ടിയുടെ വലിയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾക്കിടയിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം തിരിച്ചുപിടിക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേരിട്ടിടപെട്ട് തരൂരിന്റെ പരാതികൾ കേട്ടതും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചതും.
വിമത സ്വരങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ തരൂർ സമ്മതിച്ചതോടെ KPCCയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ശമനമായിട്ടുണ്ട്.